ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, 3 സ്വഭാവം മോശപ്പെട്ട സ്വഭാവമാണ്. സലാസുൻ ഹുന്ന മുഹ്ലികാത്ത്. 3 സ്വഭാവങ്ങൾ അത് ഓരോരുത്തരെയും നാശത്തിലേക്ക് കൊണ്ടുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 3 വരാൻ പാടില്ല. വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി പറയാം. പലപ്പോഴും ഒരു പക്ഷേ ഇപ്പൊ നമ്മളിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവും, മാറ്റാനും കൂടിയാ പറയുക. 3 സ്വഭാവങ്ങൾ. ഒന്ന് ശുഹ്റുൻ മുത്താഅ്, വിധേയപ്പെടുന്ന അനുസരിക്കപ്പെടുന്ന പിശുക്ക്. അനുസരിക്കപ്പെടുന്ന പിശുക്ക്. സഹോദരങ്ങളെ, എന്തെല്ലാം വിഷയങ്ങളിലാ പിശുക്ക് നോക്ക് നിങ്ങൾ. ജുമുഅ നിസ്കാരം അല്ലെ? ജുമുഅ നിസ്കരിക്കാൻ ഈ പള്ളിയിൽ കായ്മേലക്കാളുണ്ടാവും. ഒരു 10-200 ആളുകളുണ്ട് എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. പക്ഷേ പലർക്കും സുന്നത്ത് നിസ്കരിക്കാൻ എന്തൊരു പിശുക്കാണ്. മഗ്രിബ് നിസ്കാരത്തിന്റെ ജമാഅത്തിന് ഒരു 10-60 ആളുകളുണ്ട് എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കുന്നവരെ എണ്ണി നോക്കിയാല് 10 വരലാകുമ്പോഴേക്ക് തീർന്നു പോകുന്നു. പിശുക്കല്ലേ സഹോദരങ്ങളെ? സുന്നത്തിലുള്ള പിശുക്കിന് അടിമപ്പെട്ടിരിക്കുകയാണ്. വിധേയപ്പെടുന്ന പിശുക്ക് അത് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്, ചിലരുണ്ട് ഒരു 50 രൂപ കൊണ്ടുവരും. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോ, ഇവിടുത്തെ നാട്ടുകാരല്ല കേട്ടോ, പുറത്ത് നാട്ടുകാർ, ഒരു 50 രൂപ കൊണ്ടുവരും എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. ഉദാഹരണമായിട്ട് 50 രൂപയും ചില്ലറയാക്കിയ 10 രൂപയാണ്, അല്ലെങ്കിൽ 20ഉം 220ഉം ഒരു 10ആണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ വന്നിട്ടുണ്ട്. വീടെടുക്കാനോ, കുട്ടിയെ കല്യാണം കഴിച്ച് വിടാനോ, കടബാധ്യത തീർക്കാനോ, ഓപ്പറേഷനിൽ അതിന് കാശ് സ്വരൂപിക്കാനോ വന്നതാണ്. ഇങ്ങനത്തെ ഒരു 10-50 കൂടെ കെട്ട് കണക്കാക്കി കൊടുത്താലും ആ മനുഷ്യന് സമാധാനം തീരൂല. അത്രയും സങ്കടത്തിലാണ് ആള് വന്നിരിക്കുന്നത്. പക്ഷേ ജുമുഅക്ക് പോകുന്ന ആളെന്താ ചിന്തിക്കുന്നറിയോ? അൽഹംദുലില്ലാഹ്, എന്നൊരു സന്തോഷം. 2 പിരിവില്ലല്ലോ, ഒരു പിരിവുള്ളൂ. അതുകൊണ്ട് ഒരു പിരിവിന് മാത്രം 10 കൊടുത്ത് തിരിച്ചു വരാം. 50 റുപ്യ കൊണ്ടുപോയ ആള് പിന്നെ 40 റുപ്യായിട്ട് തിരിച്ചു വരികയാണ്. 10 രൂപ മാത്രം കൊടുത്തിട്ട് 50 കൊടുക്കേണ്ടടുത്താ 10 കൊടുത്തു വന്നത്. എന്തൊരു പിശുക്ക! അവിടെ പിശുക്കേണ്ട മേഖലയല്ല, കൊടുക്കേണ്ട മേഖലയാണ്. സഹോദരങ്ങളെ, ഈ പിശുക്കല്ലേ, സ്വന്തം ശരീരത്തിന്റെ പിശുക്കല്ലേ കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു നിർദ്ദേശിച്ചത്. സ്വന്തത്തിൽ പിശുക്ക് പാടില്ല. ഭാര്യ മക്കൾക്ക് ചെലവ് കൊടുക്കുന്നിടത്തും ചില ആളുകൾക്ക് കാണാം പിശുക്ക്. അല്ലെ? പിശുക്കാൻ പാടില്ല. പിശുക്കുണ്ട് എന്ന് വേഗം മനസ്സിലാൻ എങ്ങനെ അറിയാം? പൊരേന്ന് ഭാര്യ അവരെ വിളിക്കുകയാണ്, പിന്നെ ഇന്ന സാധനം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കന്നെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അൽഹംദുലില്ലാഹ് സന്തോഷം ഉണ്ടാകേണ്ടത്. കാരണം നമ്മൾ കൊണ്ടുപോയ സാധനം ഉപയോഗിച്ചതിന് നല്ല മനസ്ഥിതിയോടല്ലേ കൊണ്ടുപോയി കൊടുത്തത്, നല്ല രൂപത്തിലല്ലേ ഉപയോഗിച്ചത്. ഇനിയും അങ്ങനെ തന്നെയല്ലേ കൊണ്ടെടുക്കാനുള്ളത്. ഇത്ര പെട്ടെന്ന് തീർന്നോ? എന്നാ ഇനി ഞാൻ കൊണ്ടുവരുന്നില്ല. എത്ര പെട്ടെന്നാ ചെലവഴിക്കുന്നത്. പിന്നെ ഒരു സാധനം കൊണ്ടുപോയി കൊടുത്തിന് കാലാകാലം ഉപയോഗിക്കാണ്ടാവുമോ? ഇല്ല. അതൊരു അലക്കുന്ന സോപ്പാണെങ്കിലും ശരി, പത്തിരി ചുടുന്ന പൊടിയാണെങ്കിലും ശരി, അതിനൊക്കെ ഒരു കാലാവധി അത് കഴിഞ്ഞാൽ അത് കഴിയും. അപ്പൊ പിന്നെ വിളിച്ചു പറഞ്ഞ പെണ്ണിനോട് അവിടെ ഇത്ര പെട്ടെന്ന് തീർന്നോ, ഇത്ര വേഗം തീർന്നോ എന്ന് പറയുന്നതിന് അർത്ഥമല്ല. പറ്റ പിശുക്കാൻ പാടില്ല. പറ്റ പിശുക്കിയാൽ അത് ബുദ്ധിമുട്ടാണ്. പറ്റ പിശുക്കിയാൽ പിന്നെ അബൂ സുഫിയാന്റെ ഭാര്യ വന്ന് പറഞ്ഞതുപോലെ പറയും, പെണ്ണുങ്ങൾ വന്ന് പരാതി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭർത്താവിനെ പറ്റി തങ്ങൾക്കറിയൂല, ചിലപ്പോഴൊന്നും കാര്യമായിട്ട് ചെലവിനുള്ള ഒന്നും തരൂല. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് മക്കൾക്കും വേണ്ടത് മുപ്പൊരു സമ്പത്ത് കൊണ്ടുവന്നിടുന്നുണ്ട്, ആവശ്യത്തിന് എടുത്തോളൂ എന്ന് പറഞ്ഞു. ചോദിച്ചോളന്നില്ല. നമ്മളെ നാട്ടിൽ ചോദിക്കാതെ ദൂരപ്പെടുത്താ പിന്നെ അവിടെ തൊലാക്ക് 1, 2, 3 ഒപ്പം കഴിയൂലേ. ആവശ്യത്തിന് എടുത്തോളൂ എന്നാ തങ്ങൾ പറഞ്ഞു.
ആവശ്യത്തിന് തരണ്ടേ? തരാതിരുന്ന പിന്നെ ഇങ്ങനെ ചെലവിന് മുന്നോട്ട് പോണു. പാകത്തിന് എടുത്തോളൂ, നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും മതിയാകുന്ന എടുത്തോളൂ എന്ന് പറഞ്ഞു. ഓവർ എടുക്കണ്ടാന്ന് പറഞ്ഞു. പിശുക്കരുത്, പാകത്തിന് ഭക്ഷണം കൊടുക്കണം, നല്ല പാകത്തിന് ചെലവ് കൊടുക്കണം. ഓവറാകണ്ട, പാകത്തിന് തൃപ്തിയാകുന്ന രൂപത്തിൽ ചെലവ് ചെയ്യണം. ഭാര്യക്ക് മക്കൾക്ക് ചെലവ് കൊടുക്കുന്നത് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ ഒരു സമ്പത്താണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വദഖ എന്ന കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞില്ലേ, ഹത്താ തജ്അലു ഫീ ഫിംറഅതിക, നിങ്ങളെ ഭാര്യയുടെ വായിൽ നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണം വരെ നിങ്ങൾക്ക് സ്വദഖയാണ്. വലിയ ധർമ്മമാണ് ആ കൊടുക്കുന്നത്. നല്ല നിയ്യത്തോടുകൂടെ കൊടുക്കണം, അതിൽ കുറവ് വരുത്തേണ്ടതില്ല. പാകത്തിനുള്ള ചെലവ് ചെയ്യണം, തീർന്നതിനെ പറ്റി ക്ഷോഭിക്കരുത്. കൊണ്ടുപോയി കൊടുക്കുന്നത് നല്ല നിയ്യത്തോടെ കൊണ്ടുപോയി നല്ല നിലക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറയണം. പിശുക്കരുത് സഹോദരങ്ങളെ. മറ്റുള്ളവർക്ക് കൊടുക്കുന്നിടത്ത് നിർബന്ധമായ ദാനങ്ങൾ അത് കൊടുക്കാതെ വെക്കുന്നത് പിശുക്കാണ്. സുന്നത്തായ ദാനങ്ങൾ കൊടുക്കാതെ വെക്കുന്നതും പിശുക്കാണ്. നിർബന്ധ ദാനങ്ങളും ഉണ്ട്, സുന്നത്തായ ദാനങ്ങളും ഉണ്ട്. രണ്ടും ചില ആളുകൾക്ക് ബാധ്യത വരും, രണ്ടും അവര് വീട്ടണം. ചിലർക്ക് നിർബന്ധ ദാനങ്ങൾ വരില്ല, സുന്നത്തായ ദാനങ്ങളെ വരൂ. അവർ അതിനനുസരിച്ച് വീട്ടണം. നിർബന്ധമായിട്ടും വീട്ടാനുള്ള നല്ല പക്വതയും നല്ല ആവശ്യവും നല്ല സംഗതിയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധത്തിന്റെ കണക്കനുസരിച്ച് കൊടുത്തേക്കണം. ആയിട്ടില്ല, സമയമായിട്ടില്ല, അത് പിശുക്കിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു അനൗൺസ്മെന്റ് ആണ്. അതിന് വഴിപ്പെട്ടു പോകരുത്. അതിന് വഴിപ്പെട്ടാൽ കുടുങ്ങിപ്പോകും. കുറെ ഉണ്ടായാലും ചിലപ്പോ തോന്നിപ്പോകും, ഇത്ര ഉണ്ടായാലൊന്നും കൊടുക്കാനായിട്ടില്ല, ഇനിയും ഇതിലും അധികം വരും, ഇനിയും ഇതിലും അധികം വന്നാലേ കൊടുക്കാനാകൂ. കൊടുക്കാനുള്ള തൗഫീഖ് ആവശ്യങ്ങൾ കഴിച്ച് അള്ളാഹു തന്നാൽ നല്ല നിയ്യത്തോടെ കൊടുക്കണം. അള്ളാഹുവിന്റെ അടിമകളെ സേവിക്കണം. കഴിവിന്റെ പരമാവധി അതിൽ പ്രതിഫലം അർഹിക്കണം. സുബ്ഹാനല്ലാഹ്, അവിടെ പിശുക്ക് കാണിക്കരുത്. കൊടുക്കുന്നിടത്ത് നല്ല രൂപത്തിൽ കൊടുക്കണം. ശുഹ്റുൻ മുത്താഅ്, വിധേയപ്പെടുന്ന പിശുക്ക് അത് തന്നെ. നിങ്ങൾ നോക്ക്, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാള് എത്രയാണ് അയാൾ ചുരുക്കി നിസ്കരിക്കുന്നത് എന്നറിയുമോ? വജ്ജഹത്തു അയാളെ നിസ്കാരത്തിലില്ല, അഊദു അയാളെ നിസ്കാരത്തിലില്ല. അതേ, ഒരു ആയത്ത് ഓതേണ്ട സുന്നത്തായ സ്ഥലത്തൊരു ആയത്തും ഇല്ല. റുക്കൂഇന്റെ തസ്ബീഹ് 3 ഇല്ല, സുജൂദിന്റെ തസ്ബീഹ് 3 ഇല്ല. അത്തഹിയ്യാത്ത് കഴിഞ്ഞിട്ട് സ്വലാത്തും ഫുള്ളില്ല. അത് കഴിഞ്ഞിട്ട് ഒഴിവാക്കൽ കറാഹത്തായ ദുആയുണ്ട്, അതും ഇല്ല. എത്ര പെട്ടെന്നാന്നറിയാം. ചിലയിടത്തൊക്കെ അങ്ങനെ ആരെങ്കിലും തറാവിയൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ ഇമാമിന് സർട്ടിഫിക്കറ്റ് ആണ്. 8 മണിക്ക് തുടങ്ങി 8:20 എത്ര 25 ഒരു 8:30 അരമണിക്കൂർ കൊണ്ട് തീരാണെങ്കിൽ സൂപ്പർ ഇമാമാണ്. നല്ല സൂപ്പർ ഇമാമാണ്. 4 പള്ളിയിൽ ഇമാമൊക്കെ ഒരു സ്ഥലത്ത് 8 മുതൽ 8:30 വരെ, വേറെ സ്ഥലത്ത് 8 മുതൽ 9 വരെ, വേറെ സ്ഥലത്ത് 9, 9:30 വരെ. ഇമാമെന്നോട്ടെ 4 പള്ളിയിൽ ഇത് പറ്റൂലേ? അത് അതിൻ്റെതായ സുന്നത്തും ചട്ടവും മട്ടൊക്കെ പാലിച്ച് നിർവഹിക്കേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ ഏച്ചുട്ടിയുള്ള ഒരു നിസ്കാരം. ഇനി അതന്നെ വെട്ടി ചുരുക്കി എന്താ ഉണ്ടാകുക? സുന്നത്ത് എങ്ങനെ നിർവഹിക്കണം എന്നറിയാം നിങ്ങൾ? ഒരൊറ്റ ഹദീസ് ഞാൻ അതിന് പറയാം. കുറെ ഹദീസുകളുണ്ട്, ഒറ്റ ഹദീസ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അന്നാഫിലത്തു ഹദിയത്തുൽ മുഅ്മിൻ ഇലാ റബ്ബിഹി. സുന്നത്തായ അമലുകൾ മുഅ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് നിർവഹിക്കുന്ന ഒരു പ്രസന്റേഷനാണ്. നിങ്ങളെ പൊരേനെ അപ്പുറത്തുള്ളൊരു വീട്ടിൽ, ഇവിടെ വീട് കൂടുതൽ എന്താ പറയാ, പൊരക്കുടി, അതിലേക്ക് പോവാണ്. മനസ്സിലായില്ലേ? അതിലേക്ക് പോകുമ്പോ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരു നല്ല കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരു ക്ലോക്ക് കൊണ്ടുപോകാണ്. ഒരു പാരിതോഷികമായിട്ട് ആ ക്ലോക്ക് ആ കവർന്നെടുത്ത് ഇങ്ങനെ കൊണ്ടേ കൊടുക്കൂല. അതുള്ള കവറിന്റെ മേലെ ഒന്ന് പൊതിഞ്ഞ് വർണ്ണക്കടലാസ് കൊണ്ടൊന്ന് ചുറ്റി, പിന്നെ അത് വേറൊന്ന് ഒട്ടിച്ച് ഒരു കവറിലാക്കി, കവർ പെട്ടിയിലാക്കി ആ പുരക്കാരനത് അയച്ചുണ്ടാക്കണമെങ്കിൽ 1 അരമണിക്കൂറിന്റെ അധ്വാനം ഉണ്ടാവും.
ഉണ്ടാവൂലേ? ഒരു ചെറിയ സാധനത്തിന് എത്ര കെട്ടുപട്ടൊക്കെ കൊണ്ടുപോകുക. പക്ഷെ അതിനൊരു വൃത്തിയും ഒരു ഭംഗിയുണ്ട്. കാരണം ഒരു സാധനം ഒരാളെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിക്കാം. അപ്പൊ ആ വാങ്ങുന്ന ആൾക്കും ഒരു സന്തോഷമുണ്ട്, കൊടുക്കുന്ന ആൾക്കൊരു സന്തോഷം. സംഗതി പതിൽ എന്താണത് ഇപ്പുറത്ത് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അറിയില്ലേ? അറിയുന്നത് വാങ്ങുന്ന ആൾക്കും അറിയില്ലേ? അറിയും, ഈ രൂപം വാങ്ങണോ കണ്ട്. പക്ഷെ അത് കൊടുക്കുന്നിടത്തൊരു കെട്ടുമട്ടുണ്ട്. അതേപോലെയാണ് ഈ സുന്നത്തായ കർമ്മങ്ങളൊക്കെ ഹദിയത്തുൽ മുഅ്മിനി ഇലാ റബ്ബിഹി. മുഅ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് നിർവഹിക്കുന്ന ഒരു പാരിതോഷികമാണ്, ഒരു പ്രസന്റേഷനാണ്. ഫല്യുഹ്സിൻ അഹദുക്കും ഹദിയതഹു വല്യുതയ്യിബ്ഹാ. ഓരോരുത്തരും അവരവരുടെ ഹദിയ അള്ളാഹുവിലേക്ക് മെച്ചപ്പെടുത്തണം, ഭംഗിയാക്കണം, നല്ല രൂപത്തിലാക്കണം. സുബ്ഹാനല്ലാഹ്, സുന്നത്ത് വിടാതെ, അതേ ദിക്ർ വിടാതെ, അത്തഹിയ്യാത്തൊന്നും കുറക്കാതെ, സ്വലാത്തൊന്നും കുറക്കാതെ, ദുആ ഒന്നും കുറക്കാതെ നിസ്കരിക്കുന്നൊരു സുന്നത്തിന് എത്ര ഭംഗിയുണ്ട്. വജ്ജഹത്ത് ഫുള്ളായിട്ട് ഓതുന്നില്ലെങ്കിൽ അതിന് പകരമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ ദിക്റില്ലേ, ആ ദിക്റെങ്കിലും ചൊല്ലണം. ഫത്ഹുൽ മീൻ പഠിപ്പിച്ചില്ലേ, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അതും നീളായി തോന്നാണോ? നാ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക എന്നെങ്കിലും ആ സ്ഥലത്തൊന്ന് ചൊല്ലിയിട്ട് കറാഹത്ത് വരാതെ സുന്നത്ത് കിട്ടുന്ന രൂപത്തില് വജ്ജഹത്ത് ഫുള്ളായിട്ടല്ലെങ്കിലും അതേ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ദിക്റെങ്കിലും ചൊല്ലിയിട്ട് സുജൂദിലും റുക്കൂയിലും ഒക്കെ 3 തസ്ബീഹെങ്കിലും പൂർത്തിയാക്കിയിട്ട് 11 തസ്ബീഹ് ചൊല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ്! അത്രയില്ല 7 തസ്ബീഹ് ചൊല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ്! അത്രയും ഇല്ലല്ലോ 5 ചൊല്ലുന്നവരെ സൗന്ദര്യം എത്ര വലുതാണ്! ചുരുങ്ങിയതൊരു 3 ചൊല്ലിയിട്ട് കുറച്ചെങ്കിലും ഒരു രൂപഭാവത്തിലൊന്ന് മിനുക്കിയിട്ട് അത് അല്ലാഹുവിലേക്ക് സമർപ്പിക്കുമ്പോ അതിന് സ്വീകാര്യത വേറെയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, നമ്മളെ പ്രസന്റേഷൻ കെട്ടും മട്ടും നന്നാക്കി കൊണ്ടുപോകുന്നത് പോലെ റബ്ബിലേക്ക് സമർപ്പിക്കാനുള്ള സുന്നത്തുകളൊക്കെ അതിന്റെ രൂപഭാവത്തിൽ മട്ടത്തിൽ നന്നാക്കി വിടണം. അല്ലേ? മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നിർവഹിക്കുന്ന ഒരു സംഗതിയാണ്, അല്ലേ? വജ്ജത്തുല്ല, ഔദു സുന്നത്തുണ്ട്. ഔദു സുന്നത്തില്ലേ? ഔദു സുന്നത്തുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞ ആരെങ്കിലും ഒക്കെ കണ്ണൊക്കെ തുറച്ചു നോക്കും. അല്ലെങ്കിൽ തന്നെ നേരമില്ലാത്ത മൂപ്പര് ഔദിട്ട് വന്നിട്ട് ആൾക്കാരെ നോട്ടം കണ്ടാല് അന്ന് ഏതെങ്കിലും കുട്ടി കുടിച്ചു പോണ്ടി വരും പേടിയായിട്ട്. ഔദു സുന്നത്തുണ്ട്. രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഹംദ് ചൊല്ലൽ സുന്നത്തുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലി എന്ന് ചൊല്ലുന്നതിന്റെ കൂടെ വസല്ലിം എന്നുകൂടി ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നുകൂടി പറയൽ സുന്നത്തുണ്ട്. ഇതൊക്കെ പാലിച്ചുള്ള ഒരു നിസ്കാരാകുമ്പോ ആ നിസ്കാരത്തിന് കെട്ടുമുട്ടും വേറെ ഉണ്ടാകും. ഇതുകൊണ്ടാണ് ഈ സുന്നത്തുകളൊക്കെ എടുത്ത് പാലിച്ച് ശീലിച്ച് നിസ്കരിച്ച ആലിമീങ്ങളെ കൊണ്ടും സാദാത്യങ്ങളെ കൊണ്ടൊക്കെ നിസ്കാരത്തിന് മുന്തിക്കുന്നത്. ഇതൊക്കെ പാലിച്ചവർ നിസ്കരിക്കുമ്പോ ബാക്കിയുള്ള ലോക്കൽ നിസ്കാരം പോലെ ആകൂല, അതിന് സ്വീകാര്യത കൂടിക്കിട്ടും. അതിനാണ് അതൊക്കെ പാലിച്ചല്ലേ അവർ നിസ്കരിക്കുന്നത്, അതിനാണ് അവരെ ഏൽപ്പിക്കുന്നത്. ഇതൊക്കെ പാലിച്ചാകണം നിസ്കരിക്കേണ്ടത്. സുന്നത്തുകളിലുള്ള സുന്നത്തുകളും ഫർദുകളൊക്കെ പാലിക്കണം, കൃത്യമായിട്ട് ഭംഗിയാക്കിയിട്ട് നിർവഹിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഓരോ സുന്നത്തുകളും അങ്ങനെ ഭംഗിയാക്കി നിർവഹിക്കുമ്പോ അത് നമുക്ക് വലിയ സ്വീകാര്യതക്കുള്ള മാർഗമാണ്. അതേ, അതിൽ പിശുക്കരുത് എന്നാ ഞാൻ പറഞ്ഞത്. ഷുഹ്റുൻ മുത്താഅ് ഒരു മനുഷ്യനെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. 3 എണ്ണിയപ്പോൾ ഷുഹ്റുൻ മുത്താഅ് വഴിപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക്, ആ പിശുക്ക് വേണ്ട. അതേ, ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടത് ചെലവഴിക്കേണ്ടത് അതേ രൂപഭാവത്തിൽ ഉപയോഗിക്കണം, ചെലവഴിക്കണം. അവിടെ പിശുക്കരുത്.
നല്ല രൂപത്തിലും ഭാവത്തിലും ചെലവഴിക്കണം. വിധേയപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അത് സ്വന്തത്തിലാണെങ്കിലും മക്കളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഇബാദത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അവിടെയൊന്നും പിശുക്കണ്ട. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് എഴുതുകയാണ് ഒരാള്. പേരെഴുതുന്നിടത്ത് നബി ഇമാം റളിയല്ലാഹു അൻഹു പിശുക്കരുത്, സ്വലാത്ത് പൂർണ്ണമായി എഴുതണം. എഴുതണ്ടേ? അതിപ്പോ എന്താ പരിപാടി? ഒരു സ്വാ എന്നിട്ടു അല്ലേ? റളിയല്ലാഹുവിന്റെ അവിടെ റാ എന്നിട്ടു. പഴയ കാലത്തെ വിടമാവുന്നതിന് സമ്മതിക്കില്ലായിരുന്നു, ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. കയ്യെഴുത്ത് മാസിക ദർസിൽ ഇറക്കുന്നതിൽ വരെ അങ്ങനെ എഴുതാൻ വിടൂലായിരുന്നു. നമ്മുടെ ഉസ്താദുമാരിൽ ഒരു ഉസ്താദാണ് മർഹൂം TC ഉസ്താദ്. മുമ്പ് ഓതിയപ്പോ ചെറിയ പിസ്ഥാനിൽ തോന്നുന്നതിന് മുമ്പ് ആക്കോട് TC ഉസ്താദ്, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അവര് കയ്യെഴുത്ത് മാസിക എഴുതുന്നതിന്റെ മുമ്പ് എഴുത്തുകാരെയും അതിന്റെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് നസീഹത്ത് ഉണ്ടാകും, ഒരു 10-15 മിനിറ്റ്. ആ നസീഹത്തിൽ കാര്യമായിട്ട് അദബുകളാണ്, കാര്യമായി വല്ലാത്ത നസീഹത്താണ്. എങ്ങനെ എഴുതണം, എഴുതുമ്പോ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഏതെല്ലാം രൂപത്തിൽ എഴുതുന്നതൊക്കെ കറക്റ്റായിട്ട് റെഡി ആയിട്ട്. ഒന്നും ആ മാസിക നമ്മളിങ്ങനെ മറിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അദബുകേടായിട്ടൊന്നും ഉണ്ടാകൂല. പിശുക്കല്ലേ നമുക്ക് അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഫുള്ളായിട്ട് ചൊല്ലേണ്ട സന്ദർഭത്തിൽ പോലും എന്തേ ചൊല്ലുള്ളൂ? ബിസ്മില്ലാഹ്. അതന്നെ ചൊല്ലിയ വലിയ കാര്യം. നിങ്ങളെന്തേ പറയണേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫുള്ളായിട്ട് ചൊല്ലണം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചില ആൾക്കാർ പറഞ്ഞു അറവ് നടത്തുമ്പോ ബിസ്മില്ലാഹി മദീന അവിടെ വരെ ചെല്ലണം എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അറവ് നടത്തുന്നത് വരെ സ്ഥലത്ത് വരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫുള്ള് ചൊല്ലണം. ചിലരെന്താ അവിടെ ബിസ്മില്ലാഹി മദീ എന്ന് പറയാൻ കാരണം അത് അറവല്ലേ, അതുകൊണ്ട് ഇപ്പുറത്ത് ചൊല്ലുന്നത് റഹ്മാനുർ റഹീം അല്ല, റഹ്മത്തിനോട് ചേരൂല. അതിനുള്ള റഹ്മത്ത് തന്നെയാണ്. അതിനെ അർത്ഥം കൊണ്ട് മട്ടത്തിന് മടിയാക്കാന്നുള്ളത്. അല്ല കുർജീവനാക്കി വിടുകയല്ലോ, അല്ലെ തലക്കടിച്ച് കൊല്ലല്ലോ. അതിന് പാകപ്പെട്ട രൂപത്തിൽ അതിന്റെ റൂഹിനെ നീങ്ങാനുള്ള അവസരം കൊടുക്കുക. വലിയ ബുദ്ധിമുട്ടും കാര്യമായിട്ട് ഇടങ്ങേറില്ലാത്ത രൂപത്തിലുള്ള അറിവ് നടത്തിയിട്ട് അതൊരു റഹ്മത്താണ്. അപ്പൊ അവിടെയും ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി ചൊല്ലണം, ബിസ്മില്ലാഹി ചൊല്ലണം എന്ന് ഹദീസിലൊക്കെ പറഞ്ഞത് സഹോദരങ്ങളെ. അതിന്റെ തുടക്കം പറഞ്ഞു തന്നതാണ്. ഫുള്ളായിട്ട് ചൊല്ലണം. വീട്ടിലേക്ക് ഒരാൾ പ്രവേശിച്ച് കഥ കടക്കുമ്പോഴും ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാവിലെ ആരാണോ ആദ്യം കതക് തുറക്കുന്നത് അയാൾ ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാത്രങ്ങളൊക്കെ മൂടി വെക്കുന്ന ഉമ്മമാരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. മൂടി വെക്കാൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വിലങ്ങനെ വെക്കാൻ ഒരു പലക കിട്ടുമോ? എന്നാൽ ആ പലക എങ്ങനെ വിലങ്ങനെ വെച്ചിട്ട് വീതിയിലോ നീളത്തിലോ വെച്ചിട്ട് അപ്പോഴും ചൊല്ലണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് മുഴുവനായിട്ട് ചൊല്ലുന്നത് വലിയൊരു കാവലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മൊത്തം ഒന്ന് കൂട്ടി നോക്കൂ, 19 അക്ഷരമാണ്. 19 അക്ഷരമില്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്? അത് 19 മലക്കുകളിൽ നിന്ന് വലിയൊരു കാവലാണ്. എവിടെയാ 19 മലക്കുകൾ ഉള്ളത്? നരകം കാക്കുന്ന സബാനിയത്തിന്റെ എണ്ണം 19 അല്ലേ? അലൈഹാ 19. ആ നരകത്തിന്റെ ചുറ്റുഭാഗത്തു നിൽക്കുന്ന മലക്കുകൾ 19 എണ്ണമാണ്. അത്രയേ ഉള്ളൂ എന്ന് നിസാരപ്പെടുത്തി കാണണ്ട. ഒരു മലക്കിന്റെ അകലം തന്നെ പറഞ്ഞാൽ തന്നെ വലിയ വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ ബൈന മൻകിബൈ അഹദിഹിം, ആ 19 ഒരാളുടെ 2 ചുമലിനിടയിലുള്ള അകലം മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, ഒരൊറ്റ മലക്കിന്റെ 2 ചുമലിനിടയിലുള്ള അകലം മശ്രിഖ് മഗ്രിബിന് ഇടയിലുള്ള അത്രയും വലിയ അകലമാണ്. സുബ്ഹാനല്ലാഹ്, എന്തിനാ 19? ഒന്ന് പോരെയോ സഹോദരങ്ങളെ? ആ
19 മലക്കുകളിൽ നിന്ന് കാവൽ ലഭിക്കാനുള്ള വലിയൊരു ദിക്റും കൂടിയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചുരുക്കേണ്ടതില്ല, മുഴുവനായി ചൊല്ലിക്കോളൂ, നല്ല പ്രതിഫലം ലഭിക്കും. അങ്ങനെ പലയിടത്തും നമ്മൾ ചുരുക്കുന്നത് ചുരുക്കണം, ചുരുക്കിയിട്ട് സഹോദരങ്ങളെ മുഴുവനായി ചൊല്ലണം. ദിക്റ് ചൊല്ലുന്നിടത്തും കാണാൻ അങ്ങനെ ആൾക്കാർ ചുരുക്കുന്നത്. കണ്ടോ? ദിക്റ് ചെല്ലുന്നിടത്ത് ചുരുക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കല, ദിക്റ് ചെല്ലുന്നിടത്ത് ചുരുക്കുന്ന കണ്ടോ? കാണിച്ചു തരാം. ഇമാമ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ മാല പിടിച്ചിങ്ങനെ മറിക്കുമ്പോ സുബ്ഹാനല്ലാഹ് എന്ന് നമുക്കൊരു തംബീഹാക്കിയതാ. അപ്പൊ കുറെ ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? ആ ദിക്റ് വിരലുമേൽ ചുരുക്കും, നാവോണ്ട് ചൊല്ലാതെ. ഞാൻ അടുത്ത് പറഞ്ഞോളി. അപ്പൊ നാവുമ്പൽ ചൊല്ലാതെ ചുരുക്കി. ചില ആൾക്കാർ ഹൈ സ്പീഡിലാക്കിയിട്ട് സൂന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ് ഉണ്ടാവുമെന്ന് അറിയില്ല. സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയുമ്പോ എത്ര അക്ഷരമുണ്ട്? സുബ്ഹാന അതിലല്ലേ 10 അക്ഷരം. അല്ലാഹ് അതുമില്ലേ 10 അക്ഷരം. മൊത്തം കൂട്ടുമ്പോ എത്ര അക്ഷരായി? സുബ്ഹാന 5 അക്ഷരം, അല്ലാഹ് 5 അക്ഷരമില്ല, 10 അക്ഷരായില്ലേ? ഈ 10 അക്ഷരം എന്നായിട്ട് മുറിയുന്നുണ്ടോ? എവിടെ സുബ്ഹാനല്ലാഹ്. ഈ സുവാണ് ഇങ്ങനെ കേക്കണ്. ഒരു സുബ്ഹാനല്ലാഹ് 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 ഒരു 33 വട്ടം ഇങ്ങനെ സാവകാശം ഇങ്ങനെ ചൊല്ലാൻ ഇത്രത്തോനെ ടൈം എടുക്കും. നമ്മളെന്തിനാണ് വെറുതെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചൊല്ലുന്നത്? ആരായിട്ടൊന്നും കിട്ടൂല, വെറുതെയാണ്, വെറുമ്പണിക്ക് നിൽക്കുക. വിരലിങ്ങനെ അളക്കുന്ന ആൾക്കാരോട് പറയട്ടെ, എന്തെങ്കിലും ആ രൂപത്തിൽ ഒരു എക്സസൈസ് ആരെങ്കിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം കിട്ടും. വിരലിങ്ങനെ ചലിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എക്സസൈസ് ഉണ്ടെങ്കിലേ ഇവിടെ ഏതെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോ രക്തം മറ്റോ കട്ടു പിടിച്ചു പോയിണെങ്കിൽ ഒക്കെ ഒന്ന് അനക്കാൻ സുഖമാണ്. അങ്ങനെ വിരലുകൊണ്ട് മാത്രം തസ്ബീഹ് ആൾക്കാർക്ക് അതുകൊണ്ടൊന്നും കാര്യമില്ല. അത് നേർക്ക് നേരെ തന്നെ. അപ്പൊ അവരെ വക ഒരു മസല പുറത്തേക്ക് പറയുന്നു, ഉസ്താദെ ദിക്ർ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ആള് വെല്ല അനക്കിയാലും ദിക്റായി കൂട്ടുന്നു. അത് നമ്മളെ പറ്റിയല്ല പറഞ്ഞു, അങ്ങനെ വിചാരിക്കരുത്. നമ്മളെ പറ്റിയല്ലത്, അത് ദാക്കിരീങ്ങളെ പറ്റിയാണ്. ദിക്റിലായി മുഴുകിയ മഹാന്മാരുണ്ട്. ഒരു ദിവസം 1000, 2000, 3000 ഒക്കെ ദിക്ർ ചൊല്ലുന്ന ആൾക്കാര്. അച്ചൊല്ലുന്നതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും മാലയൊന്ന് ചൊല്ലാതെ മറിച്ചാലും ആ മറിക്കുന്നത് ദിക്റായിട്ട് ഗണിക്കപ്പെടും. അതങ്ങനെ തന്നെ കൂട്ടി അവർക്ക് കൂലി നൽകപ്പെടും. അല്ല നമ്മളെ പോലത്തെ ഈ ദിക്റുകാരെ പറ്റിയല്ലത് പറഞ്ഞത്. സഹോദരങ്ങളെ, ദിക്ർ അതിന്റെ യഥാർത്ഥ അക്ഷരങ്ങളൊക്കെ മൊഴിഞ്ഞുകൊണ്ട് തന്നെ ഉച്ചരിക്കണം. പിശുക്ക് കാണിക്കരുത്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമുണ്ടാകും ഒരു ചൊല്ലുന്ന ദിക്ർ. ബാക്കിയൊക്കെ എന്തൊക്കെയോ ഒരു അപശബ്ദങ്ങളാണ്. അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ട് കാര്യമില്ല, വ്യക്തമായിട്ട് തന്നെ ചൊല്ലണം. പിശുക്കരുത്. ഇബാദത്തിൽ ഒരു നിലക്കും പിശുക്ക് പാടില്ല. അതേ, കൊടുക്കേണ്ടിടത്തും പിശുക്ക് പാടില്ല. ശുഹുൻ മുത്താ. രണ്ടാമത്തെ കാര്യം ഹവൻ മുത്തബഅ, പിന്തുടരപ്പെടുന്ന തടീച്ച. തടീച്ചക്ക് പിന്തുടർന്നുകൊണ്ട് ജീവിച്ചാൽ മനുഷ്യൻ പരാജയപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ തടീച്ചക്ക് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ശറഇന്റെ മീസാൻ വെച്ച് നീ അതിനെ തൂക്കണം. ശരീഅത്ത് നിന്നോട് കൽപ്പിച്ചതെന്താണ്? ശരിയാണോ? നീ ആ ചിന്തിക്കുന്നത് പോലെ ചെയ്യണമെന്നാണോ ദീന് പഠിപ്പിക്കുന്നത്? എങ്കിൽ നീ എങ്ങനെ ചെയ്തോ? നീ ആ പഠിപ്പിക്കുന്നതിന് നേരെ എതിരാണോ? നിനക്ക് തോന്നുന്നതിന് എതിരാണോ ദീന് കൽപ്പിക്കുന്നത്? എന്നാ നീ അത് വലിച്ചെറിഞ്ഞോ? ഒരിക്കലും നീ അത് സ്വീകരിച്ചുകൂടാ. മനസ്സിന് തോന്നും പോലെ ജീവിച്ചാൽ ആള് വടിവേച്ചു പോകും. മനസ്സിന് തോന്നും പോലെ ജീവിക്കാൻ പാടില്ല. മനസ്സിന് തോന്നുന്ന തോന്നലൊക്കെ ശരിയാകണമെന്നില്ലല്ലോ. തടീച്ചക്ക് തോന്നും പോലെയല്ലല്ലോ ജീവിക്കേണ്ടത്. യഥാർത്ഥത്തിലുള്ള അടിമയെയും വഴിതെറ്റിപ്പോയ അടിമയെയും വേർതിരിച്ച് തിരിയുന്നത് 2 സ്വഭാവങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴാണെന്ന് ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയപ്പോ മഹാൻ പറഞ്ഞു, അബ്ദുൽ ഹവാ യംതാസു മിൻ അബ്ദി റബ്ബിഹി ലദാ ശഹവത്തിൻ ഔ ഇൻദ സദ്മി ബലിയതി.
അബ്ദുൽ ഹവാ, താന്തോന്നിയായി ജീവിക്കുന്ന മനുഷ്യൻ, ഇച്ഛപ്രകാരം കാര്യങ്ങളൊക്കെ വിലയിരുത്തി നീക്കി മുന്നോട്ട് ജീവിക്കുന്ന മനുഷ്യൻ, അതേ റബ്ബിനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനും രണ്ട് ഘട്ടത്തിൽ അവര് വേർതിരിയും. ഒന്ന് ലദാ ശഹ്വത്തിൻ, താല്പര്യങ്ങൾ വരുമ്പോ, ആഗ്രഹങ്ങൾ വരുമ്പോ അത് ശരിയാണോ ശരിയല്ലേ എന്നൊരു ആശങ്ക പ്രകാരം ഞാനത് ചെയ്യണ്ട, ദീനോടൊരു പക്ഷെ അത് കൽപ്പിക്കൂല എന്ന് കരുതി മാറി നിൽക്കുന്ന മനുഷ്യൻ, അവൻ അള്ളാഹുവിന്റെ അടിമയായിരിക്കും. അവന്റെ ഇച്ഛക്കനുസരിച്ച് ഇപ്പൊ ശരിയായി തോന്നുന്നത് അതാണ്, അതങ്ങ് ചെയ്യട്ടെ എന്ന് കരുതി മുന്നോട്ട് നീങ്ങുന്നവനോ അവൻ അബ്ദുൽ ഹവാ, ഇച്ഛയുടെ അടിമയാണ്. ആഗ്രഹം വരുമ്പോഴാണ് രണ്ടും വേർതിരിയുക. ആഗ്രഹത്തിനനുസരിച്ച് അവന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കും. ആ പ്രവർത്തനം പോലെ മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലേ. ആഗ്രഹം പലതും വരും. ആഗ്രഹത്തിനനുസരിച്ച് നിന്ന് കൊടുക്കാൻ പറ്റൂല. ആഗ്രഹം ദീനനുസരിച്ച് ശരിയാണോ അല്ലേ, അത് വിലയിരുത്തിയിട്ട് വേണം ശരിയാക്കാൻ. അത് വിലയിരുത്താതെ തോന്നും പോലെ അങ്ങോട്ട് ചെയ്യുമ്പോൾ ആള് തെറ്റിപ്പോകും. ഏത് വിഷയത്തിൽ? ആഗ്രഹത്തിന്റെ സമയത്തല്ലേ പല ആളുകളും ചിന്തിക്കാറുള്ളത്, ഈ ആഗ്രഹം ശരിയാണോ അല്ലേ, ദീനനുസരിച്ച് ശരിയാണോ അല്ലേ. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, നമുക്കൊക്കെ അറിയാമല്ലോ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഭക്ഷണം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നല്ല നേരം, വിശന്നിട്ട് എരിഞ്ഞ് പൊരിഞ്ഞ വയറുമായിട്ടാണ് ഇരിക്കുന്നത്. ഭക്ഷണം കിട്ടിയാൽ എങ്ങനെയായാലും ഭക്ഷിക്കായിരുന്നു എന്നാ മനസ്സിലാഗ്രഹം. ആ ആഗ്രഹമുള്ള സമയത്താണ് ഒരു അശരീരിയിൽ നിന്ന് ഭക്ഷണം തായോട്ടിറങ്ങി വരുന്നത്. തായോട്ടിറങ്ങി വരുന്ന ആ ഭക്ഷണ തളികയിലേക്ക് മഹാനവറുകൾ ഒന്നിങ്ങനെ നോക്കിയപ്പോ ആ തളികയിൽ കാണാനുള്ളത് സ്വർണപാത്രവും വെള്ളിക്കോപ്പയുമാണ്. നിറഞ്ഞ രീതിയിൽ കാണാനുള്ളത് ഭക്ഷ്യവസ്തുക്കളും പാനീയങ്ങളും ഒക്കെ നിറഞ്ഞ രീതിയിലാണ്. അതേ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും മഹാനവർകൾ ആ സമയത്ത് ചിന്തിക്കുന്നത് സ്വർണപാത്രത്തിലും വെള്ളിക്കോപ്പയിലും ഹലാലാക്കി തന്നു എന്നല്ലേ നേരത്തെ അശരീരിയിൽ നിന്ന് പറഞ്ഞത്. ഇത് ഹലാലും ഹറാമുമായി രൂപഭാവം തിരിക്കണമെങ്കിൽ എനിക്കല്ലല്ലോ തിരിക്കേണ്ടത്, എന്റെ നേതാവ്, ഞാൻ അംഗീകരിക്കുന്ന, ഞാൻ പിൻപറ്റുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാറ്റം വരണ്ടേ. ഇതെനിക്ക് പരീക്ഷണത്തിന് വന്നതാണെന്ന് മനസ്സിലാക്കി മഹാനവർകൾ ഒറ്റ തട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞില്ലേ, ശപിക്കപ്പെട്ടവനെ മിണ്ടാതെ പോടാ. ശൈത്താന്റെ ആഗ്രഹം പോലെ നടന്നോ സഹോദരങ്ങളെ? നടന്നില്ല. ഭക്ഷണം കഴിക്കണമെന്ന നല്ല ആഗ്രഹത്തോടെ ഇരിക്കുമ്പോഴും മുന്നിലേക്ക് വന്ന ഭക്ഷണത്തെ പറ്റി, പാത്രത്തെ പറ്റി മഹാനവറുകൾ ചിന്തിച്ച് വിലയിരുത്തുകയായിരുന്നു. അതേ സമയത്ത് അവിടെ ഇരിക്കുന്നത് വേറെ ഏതെങ്കിലും അബ്ദുൽ ഹവയാണെങ്കിലോ, അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനല്ലെങ്കിലോ അവനൊരു പക്ഷേ ചിന്തിച്ചേക്കും, എന്റെ സ്ഥാനമാനങ്ങൾ കണക്കാക്കിയിട്ട് അള്ളാഹു ഇറക്കി തന്നതായിരിക്കും, ഞാൻ ഇത്രയും വലിയ ആലാ ദറജയിലെത്തിയിട്ടുണ്ട്, ഇനിയും ഉയർന്ന സ്ഥാനത്തേക്കാണ് ഞാൻ പോകാനുള്ളത്, അതുകൊണ്ടാണ് ഇപ്പൊ സ്വർണപാത്രം വെള്ളിക്കോപ്പയൊക്കെ ഇറക്കി തന്നിരിക്കുന്നത്, മറ്റാർക്കും കിട്ടാത്ത വലിയ കറാമത്താണെന്നെങ്ങാനും മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു പോകും. അതേ സമയത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്ന അടിമയായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ശറഇ വെച്ചുകൊണ്ടാണ് അവിടെ വിലയിരുത്തൽ നടത്തിയത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹലാലാകാത്തത് എനിക്കെങ്ങനെ ഹലാലാകാനാ? ഒരൊറ്റ ചിന്തയോടെ തട്ടിത്തെറിപ്പിച്ചില്ലേ, അതിന് കീഴ്പ്പെട്ടു പോയില്ലല്ലോ. അല്ലെങ്കിൽ പരീക്ഷണം വരുന്ന ഘട്ടത്തിൽ അറിയാം ആരാണ് അള്ളാഹുവിന്റെ അടിമ, ആരാണ് അവക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ആള് എന്നറിയാം. പരീക്ഷണം വന്നിട്ട് കുടുങ്ങി, അള്ളാഹു തആല എന്നെ നാശത്തിലാക്കി, എന്നെ പരാജയത്തിലാക്കി എന്നൊക്കെ പറയുന്ന ആളില്ലേ, അയാൾ
അയാള് സ്വന്തം ഇച്ഛയ്ക്ക് അനുസരിച്ചു കൊണ്ട് കുടുങ്ങിപ്പോയ ആളാണ്. അതേ സമയത്ത് പരീക്ഷണം വന്നിട്ട് ക്ഷമിച്ചിട്ട് മുന്നോട്ട് നീങ്ങിയ ആളോ ആ ക്ഷമക്കനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളും കൊടുക്കുന്നു. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷണങ്ങൾ അനുഭവിച്ചപ്പോ അല്ലാഹു തആല ചോദിച്ചു, അയ്യൂബ് നബിയെ നിങ്ങളെ ഞാൻ പരീക്ഷിച്ച് ബുദ്ധിമുട്ടാക്കിയോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ഇല്ല റബ്ബേ, മാ ബഖിയ ഫിയ അംറാൻ, രണ്ട് വിഷയങ്ങൾ എന്നിൽ ബാക്കിയുള്ള കാലത്തോളം നീ എന്നെ പരീക്ഷിച്ച് ബുദ്ധിമുട്ടാക്കി എന്ന് ഞാൻ പറയില്ല. ഒന്ന്, നിന്നെ പറയാനുള്ള നല്ല നാവു, എന്റെ നാവിനൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. നിന്നെ ഓർക്കാനുള്ള നല്ല കൽബ്, എന്റെ കൽബിന് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. ഈ രണ്ട് അവയവങ്ങളും എന്നിൽ സലീമായ രൂപത്തില്, സുരക്ഷിതമായ രൂപത്തില് നീ ബാക്കി തരുന്ന കാലത്തോളം എന്നെ പരീക്ഷിച്ച് നീ ബുദ്ധിമുട്ടാക്കി എന്ന് ഞാൻ പറയില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള ഭാര്യ ബഹുമാനപ്പെട്ട റഹ്മത്ത് ബീവി, റഹ്മത്ത് ബിൻത് അഫ്റാസീം ഇബ്നു യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മോന്റെ മോളാണത് റഹ്മത്ത് ബീവി, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. എത്ര സബറോടുകൂടെയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ നിന്നത്. ഇപ്പൊ അടുത്ത് കേട്ടൊരു വാർത്ത കേട്ട നിങ്ങളോട് കൂടുതലായി സംസാരിക്കാൻ എനിക്ക് സമയമില്ല. ഇപ്പൊ അടുത്ത് കേട്ടൊരു വാർത്ത, ഞാനത് കേട്ട് കുറെ ഈ ചരിത്രം ഇങ്ങനെ ആലോചിച്ചു പോയി. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പക്കൽ നിന്ന് കുടുംബക്കാര് വേർപിരിഞ്ഞു പോയി. സമ്പത്തൊക്കെ തീർന്നുപോയി. അയൽക്കാരും വെടിഞ്ഞുപോയി. പലരും പല ഭാഗത്തേക്ക് പോയിട്ടും റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ മാറ്റമില്ലാതെ കുലുക്കമില്ലാതെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ തന്നെ ഉറച്ചു നിന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട്, ചെറുപ്പക്കാരികളോട്, സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നല്ല ക്ഷമാപൂർവം പരലോകത്തിന് വേണ്ടി ജീവിക്കണം. നിങ്ങള് ദുനിയാവിനെ ആശിച്ച്, ദുനിയാവിനെ മോഹിച്ച് വേറെ ഏതെങ്കിലും ആളുകൾ ജീവിക്കുന്ന ഏതെങ്കിലും വീഡിയോകൾ കണ്ട് ജീവിതം നിങ്ങൾ പറത്തിപ്പോയാൽ പരീക്ഷണം നിങ്ങൾക്ക് മതിയാകൂല. ദുനിയാവ് കൊണ്ട് മാത്രം മതിയാകൂല, ആഖിറത്തിലും പരീക്ഷണം ഏൽക്കേണ്ടി വരും. റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അവരൊക്കെ പോയപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ പോകുന്നില്ലേ? ഇല്ല ഭർത്താവേ, ഞാൻ നിങ്ങളെ വേർപിരിയുന്നില്ല. എന്റെ ജീവിതത്തിന്റെ അവസാന സമയം വരെ പൊന്നുപോലെ നിങ്ങളെ പരിരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും നിങ്ങളോടൊപ്പം ഞാനുണ്ട്. ആരില്ലെങ്കിലും അത് വിഷയമല്ല, ആര് തന്നെ കൂടൊഴിഞ്ഞു പോയാലും അത് പ്രശ്നമല്ല. അടുത്ത് കേട്ടെന്താ അറിയോ? ഒരാള് ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ നല്ല വീടൊക്കെ ഉണ്ടാക്കി, അയാൾക്ക് 4-5 മക്കളും ഉണ്ട്. അങ്ങനെ ഇവിടെ അത്യാവശ്യം ജീവിക്കാനുള്ള ചില സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ കുറച്ചു കാലം അയാൾ ഇവിടെ നിൽക്കേണ്ടി വന്നപ്പോ ഗൾഫിലെ ജോലി പോയി. ഗൾഫിലെ ജോലി പോയപ്പോ ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ പോവാണ്. ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ പോകാണ്. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണ് ഗൾഫ് കണ്ടിട്ടാണോ ഈ ചെറുപ്പക്കാരനെ സ്വീകരിച്ചത്? സഹോദരങ്ങളെ, ഗൾഫിലെ ജോലി പോയപ്പോഴേക്കും പെണ്ണ് പോയി. പെണ്ണ് പറഞ്ഞു, ഇനി നിങ്ങളോടൊപ്പം ഞാൻ ജീവിക്കണില്ല, നിങ്ങൾക്ക് ഞാൻ ഖുൽഉ തരാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഖ്യ അത്രയും തന്നിട്ട് നിങ്ങളെ ഞാൻ ഒഴിവാക്കാൻ പോകാണ്, നിങ്ങളത് സ്വീകരിച്ചാൽ മതി. പെണ്ണിന്റെ ഭാഗത്തു നിന്ന് ആണുങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു മാർഗം ഖുൽഉ. അദ്ദേഹം പറഞ്ഞു, തൊലാക്കല്ലിന്റെ ഒരു സംഗതി എനിക്കുണ്ടായില്ല, ഞാൻ ഇതിന് തൊലാക്കല്ലാണ്. പലരും പറഞ്ഞു, ആ പോയ പെണ്ണിന് തൊലാക്കില്ലേക്ക്. ഞാൻ തൊലാക്കല്ല, എന്റെ ഭാഗത്തുനിന്ന് സംഗതി ഒന്നും ഉണ്ടായിട്ടില്ല. അവൾ എനിക്ക് ഇഷ്ടപ്പെടാതായിട്ടില്ല. അവൾക്ക് സൗകര്യം കുറഞ്ഞു പോയതിന്റെ പേരിലല്ലേ, അവളായിട്ട് ഒഴിവാക്കണമെങ്കിൽ ഒഴിവായിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ പെണ്ണ് അതും സ്വീകരിച്ചു.
നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചത്, സാമ്പത്തിക സ്രോതസ്സുകളും കുടുംബക്കാരും അയൽക്കാരും ഒക്കെ കൂടുവിട്ടു പോയിട്ട് ഒറ്റക്ക് തന്റെ ഭർത്താവിന്റെ കൂടെ നിന്ന് റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹാ, എന്റെ പെങ്ങന്മാരെ, ഉമ്മമാരെ, അവരെ പോലെ നിങ്ങൾ ജീവിക്കണം സ്നേഹത്തോടെ. ആ സ്നേഹത്തിന് അല്ലാഹു തആല അവർക്ക് പകരം സമ്മാനം കൊടുത്തു. റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഭർത്താവേ, എത്ര കഷ്ടപ്പാട് നിങ്ങൾ സഹിച്ചാലും അല്ലാഹു തആലാന്റെ പേരിൽ നിങ്ങൾ സഹിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാലും ഒരു ചെറിയ ചോദ്യമെങ്കിലും ചോദിച്ചൂടെ? അപ്പോഴാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, റബ്ബി അന്നീ മസ്സനിയല്ലുറു വഅൻത അർഹമുർ റാഹിമീൻ. റബ്ബേ, ഒരു ചെറിയ വിഷമം എന്നെ സ്പർശിച്ചിട്ടുണ്ട്. നീ അർഹമുർ റാഹിമീനാണല്ലോ, കരുണാവാരിധിയാണല്ലോ അല്ലാഹു തആല ഉടനെ തന്നെ ഉത്തരം ചെയ്തു. സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് താമസിച്ചിട്ടില്ല. ഉടനെ ഉത്തരം ചെയ്തിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അയ്യൂബ് നബിയെ, ഉർക്കുദു ബിരിജിലിക്, നിങ്ങളെ കാലുകൊണ്ട് നിങ്ങളൊന്ന് നിലത്ത് ചവിട്ടണം. ചവിട്ടുമ്പോ അവിടുന്ന് നല്ല ഉറവ പൊട്ടി ഒഴുകി വരും. ആ പൊട്ടി ഒഴുകി വരുന്ന ഉറവയിൽ നിന്ന് വെള്ളമെടുത്ത് നിങ്ങൾ ശരീരത്തിൽ ഒഴിക്കണം. നിങ്ങളെ നല്ല സെറ്റപ്പുള്ള ബോഡി നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരും. എന്റെ മാർഗത്തിൽ നിങ്ങൾ സ്വബർ ചെയ്തല്ലോ, ഒരു പരാതിയും പറഞ്ഞില്ലല്ലോ, സ്വന്തമായി നിങ്ങൾ ചോദിച്ചതല്ല, ഭാര്യ ആവശ്യപ്പെട്ടപ്പോ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിച്ചതല്ലേ, എത്ര കാലം നിങ്ങൾ ക്ഷമിക്കാനും ഒരുക്കമാണല്ലോ. അങ്ങനെ അതാ കാലുകൊണ്ടൊരു ചവിട്ടിയപ്പോ നല്ല തെളിനീരിങ്ങനെ ഒഴുകി വന്നപ്പോ അതിൽ നിന്ന് മുക്കി ശരീരത്തിൽ ഒഴുക്കിയപ്പോ നല്ല ഭംഗിയുള്ള ശരീരം വന്നു. ഒരു കല പോലും കാണാനില്ല, ഒരു ക്ഷീണം പോലും പറ്റിയത് അറിയാനില്ല. وَوَهَبْنَا لَهُ أَهْلَهُ وَمِثْلَهُم مَّعَهُمْ رَحْمَةً مِّنَّا وَذِكْرَىٰ لِأُولِي الْأَلْبَابِ. കുടുംബക്കാരെയും അയൽക്കാരെയും സമ്പത്തും നമ്മൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഓശാരമായി കൊടുത്തു. എന്തിന്? ദിക്റാ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യന്മാര് ചിന്തിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരീക്ഷണം വരുമ്പോ ഒരു പരാതിയും പെടാതെ അള്ളാഹുവിലേക്ക് സ്വബർ ചെയ്യുക, പടച്ച റബ്ബിലേക്ക് ചോദിക്കുക. മറ്റൊരാളോട് ശിക്കായത്ത് പറയാതെ, അള്ളാഹ് എന്നെ കുടുക്കി കളഞ്ഞു, അള്ളാഹു എന്നെ ചതിച്ചു കളഞ്ഞു, ഞാൻ പടച്ചോനോട് എന്ത് തെറ്റാ ചെയ്തത്, എന്നെ മാത്രം എന്തിനാ അങ്ങനെ പരീക്ഷിക്കണത് എന്ന ആവലാദികളൊന്നും പറയാതെ, നീയല്ലേ അള്ളാഹുവേ തന്നത്, നീ തന്നത് ഞാൻ സ്വീകരിക്കുന്നു, ഞാനതിൽ ക്ഷമിക്കുന്നു, ഞാനങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിന്റെ ഖളാ അല്ലാതെ ഇവിടെ നടക്കില്ലല്ലോ. ക്ഷമാപൂർവം മുന്നോട്ട് നീങ്ങിയപ്പോ കുടുംബത്തെ തിരിച്ചു കൊടുത്തു, അയൽക്കാരെ മടക്കി കൊടുത്തു, സമ്പത്ത് നേരത്തെ ഉള്ളതിനേക്കാളും കൊടുത്തു. റഹ്മത്ത് ബിൻത് അഫ്റാസി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് എത്ര സന്തോഷപൂരിതമായി. അതുകൊണ്ട് ഉമ്മമാരെ, പരീക്ഷണം വരുന്ന ഘട്ടത്തിൽ അള്ളാഹു നോക്കുന്നത് ഇവൻ അബ്ദുൽ ഹവയാണോ അതല്ല അബ്ദുൽ ഇലാഹാണോ, അള്ളാഹുവിന്റെ അടിമയാണോ അതല്ല സ്വന്തം തടീച്ചക്കനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളാണോ. ഈ ഒരു പരിശോധനയാണ് അവിടെ നടക്കുന്നത്. അവിടെ തോറ്റുപോകരുത്. അവൻ പിന്തുടരപ്പെടുന്ന തടീച്ച അത് മനുഷ്യനെ തകർക്കും, നാശത്തിലേക്ക് കൊണ്ടുപോകും. മനസ്സിലെന്ത് പൂതി വന്നാലും ശരീഅത്തിൽ അതിന് സ്ഥാനമുണ്ടോ, ദീനത് അംഗീകരിക്കുന്നുണ്ടോ? ഉമ്മമാരെ, ആദ്യം നോക്കേണ്ടത് അതാണ്. ഒരു ഡ്രസ്സ് ധരിക്കുമ്പോ, ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോ, മുടി പ്രദർശിപ്പിക്കുമ്പോ, കഴുത്ത് പ്രദർശിപ്പിക്കുമ്പോ, ചുണ്ടിൽ പലതും വാരിത്തേക്കുമ്പോ, നെറ്റിയിൽ പലതും വാരിത്തേക്കുമ്പോ, ശരീരത്തിൽ ഭംഗി വസ്തുക്കൾ പലതും കൂട്ടുമ്പോ ശരീഅത്ത് അനുവദിച്ചതാണോ? അല്ലേ എനിക്കത് വേണ്ടേ വേണ്ട? കൂട്ടുകാരൊക്കെ പറയുന്നു, സഹോദര കല്യാണമല്ലേ,
മൈലാഞ്ചിയുടെ ഉള്ളം കൈയില് പുറത്തേക്കൊന്നും കാണാത്ത രൂപത്തില് നിന്റെ ഉള്ളം കൈയിൽ കുറച്ച് മൈലാഞ്ചി കൊണ്ട് നിന്റെ പേരും അവരെ പേരും നിന്റെ സ്ഥാനപ്പേരും അവരെ സ്ഥാനപ്പേരും 1-2 ചിഹ്നങ്ങളും വരച്ചു വെച്ചോ. പറ്റില്ല. നീ പറയണം അത് ഹറാമാണ്. പുരുഷന്മാർക്ക് ഹറാമെന്ന് മാത്രമല്ല കബീറത്ത് കൂടിയാണ്, വൻ കുറ്റവുമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര ആള് പറഞ്ഞാലും ആര് സപ്പോർട്ട് ചെയ്താലും ഞാനത് ചെയ്യാനില്ല എന്ന് നീ തുറന്നങ്ങ് പറയണം. അപ്പോഴേ നീ അബ്ദുൽ ഇലാഹാവൂ, അള്ളാഹുവിന്റെ ആജ്ഞക്കനുസരിച്ച് ജീവിക്കുന്നവനാകൂ. ആ ഹറാമിന് സപ്പോർട്ട് ചെയ്ത് തത്തുല്യമായ ഏതെങ്കിലും ഒരു വിഷയങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് അവരുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു എന്ന് കരുതിയിട്ട് ദുനിയാവിലൊന്നും കിട്ടാനില്ല. ആഖിറത്തിലാണെങ്കിൽ അതിന്റെ പേരിൽ വലിയ പരീക്ഷണവും വരാനുണ്ട്. അവൻ മുത്തബഅ നന്നായി സൂക്ഷിക്കണം. തടീച്ചക്ക് പിൻപറ്റിയിട്ട് കേടായി പോകാൻ പാടില്ല. മൂന്നാമത്തൊരു കാര്യം കൂടിയുണ്ട്, വഇജാബുൽ മർഇ ബിനഫ്സിഹി. ഒരാൾക്ക് തോന്നുക ഞാൻ അത്യാവശ്യം തിരക്കേടില്ല, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ, ഞാൻ അത്യാവശ്യം തിരക്കേടില്ല, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല. ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ തോന്നിപ്പോകരുത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ പോരായ്മകളെ പറ്റിയാണ്, നമ്മുടെ കുറവുകളെ പറ്റിയാണ്. ഞാൻ ആ കുറവുകൾ ഇനിയും തിരുത്തിയിട്ടില്ലല്ലോ അല്ലാ, അതിനിയും മായ്ക്കപ്പെട്ടു പോയിട്ടില്ലല്ലോ അല്ലാ, എനിക്ക് ഇബാദത്തുകൾ എത്ര കുറവുണ്ട് അല്ലാ. ആ വിഷയങ്ങളിലേക്കാണ് വിലയിരുത്തൽ പോകേണ്ടത്. സ്വന്തം ഒരാൾക്ക് അങ്ങനെ തോന്നിപ്പോയാൽ, ഞാനാണ് വലിയ ആള് എന്ന് തോന്നിപ്പോയാൽ അത് ഇബ്ലീസിന്റെ ചിന്തയായി മാറും. ഇബ്ലീസിന് അങ്ങനെയല്ലേ തോന്നിയത്, അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. സുജൂദ് ചെയ്യാൻ എന്നെ കിട്ടൂല, ഞാൻ ആദമിനെക്കാളും ഉത്തമനാണ്. എന്നെ നീ പടച്ചത് വേറെയിൽ നിന്നും, നാറിൽ നിന്നും, തീയിൽ നിന്നും. ആദമിനെ നീ പടച്ചത് കളിമണ്ണിൽ നിന്നുമല്ലേ. അതുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാനോ ബഹുമാനിക്കാനോ എന്നെ കിട്ടൂല. സ്വന്തത്തിന് വലിയ ആളായി തോന്നിപ്പോയി. അങ്ങനെ തോന്നണ്ട. ബാക്കിയുള്ളവരെക്കാളും നമ്മൾ ചെറിയവരാണ്, ആരെക്കാളും വലിയവരായിട്ടില്ല, ചെറിയ ആളാണ്. തവാദു ചെയ്ത് വിനയം ചെയ്ത് ജീവിക്കുക. ഭാര്യയും ഭർത്താവും ഞാൻ പറയുന്നത് നീ ഞങ്ങളുടെ അനുസരിക്കണ്ടേ എന്ന് ഭർത്താവിനോട് ഭാര്യ പറയുമ്പോ, ഞാൻ പറയുന്നത് കുറച്ചൊക്കെ നിങ്ങളും അനുസരിക്കണം എന്ന് പറയുമ്പോ അത് നടക്കൂല എന്ന് പറഞ്ഞിട്ട് അവിടെ അതും നടക്കണം. ശരി, വൺ വേ മാത്രമായിട്ടുള്ള ഒരു കുടുംബ ബന്ധമല്ല, അങ്ങനല്ല. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടോളാം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറഞ്ഞ ഞാൻ പറഞ്ഞ മാത്രം കേട്ടാ മതി എന്നോ? അല്ല, അത് പരസ്പര സഹകരണ ജീവിതമാണ്. അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നതും കേൾക്കേണ്ടി വരും, ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞതും കേൾക്കേണ്ടി വരും. അങ്ങനല്ലല്ലോ, ഒരാൾ മാത്രം പറഞ്ഞ് കേൾക്കാനല്ലല്ലോ ഈ വിവാഹ ജീവിതം എന്നുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പങ്കുവെക്കാനോ. പെണ്ണുങ്ങൾ പറഞ്ഞൊന്നും കേൾക്കാൻ പാടില്ല, അങ്ങനെയാണ് ചില ആൾക്കാരനെ. പെണ്ണുങ്ങൾ പറഞ്ഞു കേട്ടതിന് പിന്നാലെ പോയാല് നമ്മുടെ ജീവിതാകെ താറുമാറായി പോകും. ഇല്ല, അഭിപ്രായങ്ങൾ അവര് പറയുന്നു സ്വീകരിക്കണം. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായം സ്വീകരിച്ചിട്ടല്ലേ തങ്ങൾക്ക് വലിയ നേട്ടമുണ്ടായത്. ഹുദൈബിയ സന്ധിയിൽ സ്വഹാബത്ത് പലരും തിരിച്ചു പോകാൻ തയ്യാറാകാതിരുന്നപ്പോ തങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞു, എല്ലാവരും തഹല്ലുൽ ചെയ്ത് മുടി കളഞ്ഞ് മൃഗങ്ങളൊക്കെ അറുത്ത് എല്ലാവരും മദീനത്തേക്ക് തന്നെ തിരിച്ചു പോകാന്ന്. മനസ്സിലെ ബേജാറോടെ എല്ലാവരും നിൽക്കുകയാണ്. നമ്മൾ ഇത്രയും കാലം ആശിച്ചിട്ട് ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വന്നാണ്, ഇനി തിരിച്ചു പോകാനാണോ പറയുന്നത്? അപ്പൊ അപ്പുറത്തിരിക്കുന്നുണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ തങ്ങൾ ചോദിച്ചു, ഇനി എന്താ കാണിക്ക? അവരാരും സംഗതി ഒന്നും മുന്നോട്ട് വരുന്നില്ലല്ലോ. അപ്പൊ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഒറ്റ കാര്യം ചെയ്യുന്നേ, ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത കാര്യം നടക്കും. എന്താ കാര്യം? തങ്ങൾ നേരെ മുന്നോട്ട് നിൽക്കുക. മുന്നോട്ട് നിന്നിട്ട് തങ്ങൾ മുടി കളയാ, എന്നിട്ട് തങ്ങൾ വാഹനത്തെ ബലിയിറക്കും. തങ്ങൾ വേറൊന്നും പറയണ്ട, തങ്ങളെ ചെയ്താൽ മതി. വരിയായിട്ട് എല്ലാരും ചെയ്യുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞ പോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് നിന്ന് മുടി കളഞ്ഞ് കൊണ്ടുവന്ന മൃഗത്തെ അവിടെ നിന്ന് ബലിദാനം നിർവഹിച്ച് തഹല്ലുലായപ്പോ അടുത്ത ആളതാ വരുന്നു, തിരുമ്പേക്ക് അടുത്ത ആളതാ വരുന്നു, എല്ലാവരും തഹല്ലുലായി. എത്ര എളുപ്പം സുഗമമായി മദീനയിലേക്ക് തിരിച്ചു. അങ്ങനെ ചില അഭിപ്രായങ്ങളും വിഷയങ്ങളും കേൾക്കണം. വൺവേ സിദ്ധാന്തമായാൽ അവിടെ സ്നേഹം ഉണ്ടാകൂല, ബറക്കത്ത് ഉണ്ടാകൂല.
അവിടെ ഒരു പോക്കിർത്താനവും ഒരു ഞാനാണ് വലിയ ആളൊന്നും കൂടിപ്പോവുക ചെയ്യുക, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഈജാബുൽ മർഇ ബിനഫ്സിഹി, മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമാണ്. 3 കാര്യങ്ങളും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നല്ല രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിനയം നോക്കി നിങ്ങൾ. എത്ര വിനയത്തോടെയാണ് 2 സ്വഹാബിമാർ തമ്മിൽ തർക്കം കൂടിയിട്ട് മദീന പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കൂടിയപ്പോ ഒരു പദപ്രയോഗം നടത്തിയപ്പോ കേട്ട ഒരാൾ അത് സഹിക്കാതെ പറഞ്ഞ ആളെ ഒരൊറ്റ അടി അടിച്ചു. എന്താണ് പറഞ്ഞ ആള് അടിച്ചത്? ഒരാൾ പറഞ്ഞ വാക്കെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ അയച്ചു. അർസല റസൂലൻ, റസൂലായിട്ട് അയച്ചു. അഫ്ളല മിനൽ ആലമീൻ, ലോകരേക്കാൾ വലിയ മഹത്തുള്ള ആളായിട്ട് അയച്ചു എന്ന് പറഞ്ഞപ്പോ അത് കേട്ട ഒരു സ്വഹാബിന്റെ അവിടെ നിൽക്കുന്ന ഒരു സ്വഹാബി, ആ സ്വഹാബി മൂസാ നബി അലൈഹിസ്സലാമിന്റെ മഹത്വം പറഞ്ഞ ആളെ ഒറ്റ അടി കൊടുത്തു. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാമിനെ എല്ലാ ലോകരെക്കാളും അല്ലാഹു തെരഞ്ഞെടുത്തത്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് എന്ന് പറഞ്ഞു. അടി കിട്ടിയ മനുഷ്യൻ യഹൂദിയാണ്. യഹൂദിയായ മനുഷ്യൻ ഈ അടിയും കിട്ടിയിട്ട് വേഗം പരാതിയുമായി ചെന്നു ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക്. ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിനയം നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്പിയാക്കൾക്കിടയിൽ മഹത്വം പറഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നക്കാരായി മാറരുത്. ഞാൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഫൈദാ മൂസാ ഖായിമുൻ ബിൽ അർശി, ഖബറിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരുമ്പോ മൂസാ നബി അലൈഹിസ്സലാം അർശിന്റെ ഒരു തൂണും പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ബഹുമാനം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനം ഒരാൾ പറയുമ്പോഴേക്ക് അയാൾ അടിച്ച് പരിക്കേൽപ്പിക്കരുത്. മൂസാ നബിക്കുണ്ട് ബഹുമാനം, നബി നിങ്ങളെ ബഹുമാനം കുറവാണ് എന്നല്ല, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്ന രൂപത്തില് ബഹുമാനം പറയേണ്ടതില്ല. മൂസാ നബി അലൈഹിസ്സലാമിന് ബഹുമാനമുണ്ട്. ഞാൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഇങ്ങനൊരു അവസ്ഥ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ മുമ്പ് മൂസാ നബി അലൈഹിസ്സലാം എഴുന്നേറ്റതാണോ? അതല്ല, മൂസാ നബി അലൈഹിസ്സലാമിന് നേരത്തെ ഒരു ബോധം കെടുന്ന അവസ്ഥ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ബോധം കെട്ടു പോകുന്ന സമയത്ത് സൂറിൽ ഊതപ്പെടുമ്പോ കണക്കിന് മൂസാ നബി അലൈഹിസ്സലാമിന് എഴുന്നേൽക്കാനായിട്ട് അങ്ങനെ എഴുന്നേറ്റതാണോ? എനിക്കറിയൂല. ഏതായാലും മൂസാ നബിക്ക് വലിയ ബഹുമാനമുണ്ട്. അത് തമ്മിൽ പറഞ്ഞിട്ട് നിങ്ങൾ തർക്കിക്കേണ്ട എന്ന് വിനയത്തോടെ സയ്യിദുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിനയത്തിന്റെ ഉദാഹരണമായി മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല വിനയാന്വിതരായി അഹംഭാവം സ്വീകരിക്കാതെ അമലുകളിലൊക്കെ കൃത്യത പാലിച്ച് നല്ല രൂപത്തിൽ ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.